മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിൽ ഉപാധികളോടെ സഹായം അനുവദിച്ച കേന്ദ്ര നടപടിയിൽ പ്രതിഷേധവുമായി കേരളം ആവശ്യപ്പെട്ടത് ഭരണഘടനാപരമായ അവകാശമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. കേന്ദ്രം അനുവദിച്ച് ഉപാധികളോടെയുള്ള ലോൺ മാത്രമാണെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. കേരളം ആവശ്യപ്പെട്ടത് ഒരു ഫെഡറൽ രാജ്യത്ത് സാധാരണ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്തിന് കിട്ടേണ്ട ഭരണഘടനാപരമായിട്ടുള്ള അതിൻ്റെ അവകാശമാണ്. എന്നാൽ ഇന്ന് അനുവദിച്ചു എന്ന് പറയുന്നത് ഒരു ലോണാണ്. ലോണെന്ന് പറഞ്ഞാൽ ഉപാധികളോടുകൂടിയുള്ള ലോണാണ്. സാസ്കിയിലൂടെ ഇപ്പോൾ ലോൺ കേരളത്തിന് നൽകുമ്പോഴും കേരളത്തിനോട് പറയുന്നത് 45 ദിവസത്തിനകം ലഭ്യമാക്കിയിട്ടുള്ള പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള തുക ചെലവഴിക്കണം എന്ന ധാരണയോടുകൂടി ഒരു ലോൺ കൈമാറുകയാണ്. സമർപ്പിച്ച പ്രോജക്റ്റുകളിൽ ഏതെങ്കിലും ഒന്ന് വകമാറ്റി ചെലവഴിച്ചാൽ അത് കേരളത്തിന് ലഭ്യമാകുന്ന ഡെവല്യൂഷനിൽ കുറവ് വരുത്തും. കേരളം ഒരു പ്രത്യേക ഘട്ടത്തിൽ എത്തിപ്പെട്ടു എന്നുള്ളത് കൊണ്ട് കേരളത്തിനോട് എന്തുമാകാം എന്ന നിലപാട് എടുക്കുന്നത് ശരിയായ കാര്യമല്ല. ഏതു സഹായവും ഏതു ലോണും സ്വീകരിക്കാവുന്ന ഒരു മാനസികാവസ്ഥയിലാണ് കേരളം. കേന്ദ്രം നൽകിയ വായ്പ ഗ്രാന്റിന് തുല്യമെന്നും ചെലവഴിക്കുന്നതിലെ സമയപരിധിയിൽ ചർച്ചയാകാമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. 50 വർഷത്തേക്കുള്ള പലിശരഹിത വായ്പയാണ്. ഫലത്തിൽ അതൊരു ഗ്രാന്റ് തന്നെയാണ്. പിന്നെ 50 വർഷം കഴിഞ്ഞിട്ട് ഇത് തിരിച്ചടയ്ക്കുന്നതിനെ പറ്റിയിട്ടുള്ള വേവലാതി പിണറായി വിജയനോ ഇവിടുത്തെ UDFO ഇപ്പോൾ നടത്തണ്ട. 5 കൊല്ലം കഴിയുമ്പോൾ തന്നെ ഇതൊക്കെ തിരിച്ചടയ്ക്കാനുള്ള ബാധ്യത ഇവിടെ ദേശീയ കക്ഷികൾക്ക് വരും. അതിന് ആ കാര്യത്തെപ്പറ്റി നിങ്ങളിപ്പോൾ വല്ലാതെ വേവലാതിപ്പെടണ്ട. ഇവിടെ 550 കോടി രൂപ ഫലപ്രദമായി ചെലവഴിക്കാനുള്ള സത്വര നടപടിയാണ് സർക്കാർ സ്വീകരിക്കേണ്ടത്. ഈ മാർച്ച് 31 എന്നുള്ള ഡെഡ് ലൈൻ നീട്ടിക്കിട്ടാൻ നമ്മളെല്ലാവരും ചേർന്ന് പരിശ്രമിക്കുക. വയനാടിനെ രക്ഷിക്കുക എന്നുള്ളതാണ്. അതിനാവശ്യമായിട്ടുള്ള തുകയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. പുനർനിർമ്മാണത്തിനായി ലഭിച്ച കേന്ദ്ര വായ്പയുടെ വിനിയോഗം ചർച്ച ചെയ്യാൻ വകുപ്പ് സെക്രട്ടറിമാർ യോഗം ചേരുന്നുണ്ട്. ഈ സാമ്പത്തിക വർഷം തന്നെ പദ്ധതികൾ പൂർത്തിയാക്കണമെന്ന നിബന്ധനയിൽ ഇളവ് തേടാനും സർക്കാർ ആലോചിക്കുന്നുണ്ട്. ഈ അനുവദിച്ച തുക ചെലവഴിക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് കേന്ദ്രം സ്വാതന്ത്ര്യം നൽകുന്നില്ല എന്ന് ഡൽഹിയിലെ കേരളത്തിലെ പ്രത്യേക പ്രതിനിധി പ്രൊഫസർ KV തോമസ് പറയുന്നു. നിബന്ധനകൾ വെച്ചാണ് പണം അനുവദിച്ചത്. ഇത് പുനരധിവാസ പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്നും KV തോമസ് 24 പറഞ്ഞു. ഇപ്പോൾ തന്നിരിക്കുന്നത് എന്താ? ഇത് പറഞ്ഞാൽ തേങ്ങ കിട്ടിയ പോലെയാണ്. നമുക്ക് പൊട്ടിക്കാനും പറ്റില്ല, ഉപയോഗിക്കാനും പറ്റില്ല. അത് 1 ലക്ഷം കോടി രൂപ കഴിഞ്ഞ ബഡ്ജറ്റിൽ സംസ്ഥാനങ്ങൾക്ക് പലിശരഹിത വായ്പ 50 കൊല്ലം കൊണ്ട് അടിച്ചു തീർക്കേണ്ട വായ്പ പറഞ്ഞിട്ടുണ്ട്. കണ്ടീഷൻസ് വെച്ച് മാർച്ച് 31 ഉപയോഗിച്ച സർട്ടിഫിക്കറ്റ് കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത്, യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ്. അത് പ്രായോഗികമാണോ? കർഷകരെയും വിദ്യാർത്ഥികളും എടുത്തിട്ടുള്ള ബാങ്ക് ലോണുകൾ അത് എഴുതിത്തള്ളണം. പൂർണ്ണമായി നെഗറ്റിവിറ്റിയാണ് കേന്ദ്ര ഗവൺമെൻറ് കാണിച്ചത്. ശ്രീത്താണ് വാർത്തകൾ വിവരങ്ങളും ചെയ്യുന്നു. ശ്രീത്ത്, ഈ മാർച്ച് 31-നകം ഇത് മൊത്തം ചിലവാകും എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഈ പറഞ്ഞ 13 ഇനങ്ങൾ എല്ലാം വലിയ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെയാണ്. അത് പ്രാക്ടിക്കൽ അല്ല. എന്തായാലും ഈ പറഞ്ഞ 45 ദിവസത്തിനുള്ളിൽ അത് ചിലവാക്കി തീർക്കുക എന്ന് പറഞ്ഞത് പ്രാക്ടിക്കൽ മാത്രമല്ല. പലിശ വന്നിട്ട് ഇത്ര നാൾക്കകം ചിലവാക്കി തീർക്കണം, അല്ലെങ്കിൽ വായ്പ വന്നിട്ട് ഇത്ര നാൾക്കകം ചിലവാക്കി തീർക്കണമെന്ന് പറയുന്നത് വിചിത്രവുമാണ്. അപ്പോൾ ഏത് രീതിയിലാണ് സർക്കാർ ആ നിബന്ധനയെ കാണുന്നത്? കേന്ദ്രത്തിലേക്ക് ഈ നിബന്ധനയിൽ ഇളവ് ആവശ്യപ്പെട്ട് പോകാനല്ലേ ആലോചന? ശ്രീത്, ഹാഷ്മി, വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തിൻ്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം സമർപ്പിച്ച 16 പ്രോജക്റ്റുകളിലാണ് 529.5 കോടി രൂപ കേന്ദ്ര സർക്കാർ വായ്പ അനുവദിച്ചത്. സംസ്ഥാനങ്ങൾക്കുള്ള മൂലധന നിക്ഷേപ വായ്പാ പദ്ധതി പ്രകാരം ഈ അനുവദിച്ചിരിക്കുന്ന വായ്പാ തുകയ്ക്ക് പലിശയില്ല, 50 കൊല്ലത്തേക്ക് തിരിച്ചടയ്ക്കണം. എന്നാൽ ഇതിനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട നിബന്ധന 45 ദിവസം കൊണ്ട്, അതായത് ഈ സാമ്പത്തിക വർഷം തീരുന്നതിനകം തന്നെ തുക ചെലവഴിച്ച് വിവരം കേന്ദ്ര സർക്കാരിനെ അറിയിക്കണമെന്നാണ്. 14 പ്രോജക്റ്റുകളെന്ന് പറയുമ്പോൾ നേരത്തെ ഹാഷ്മി പറഞ്ഞതുപോലെ തന്നെ റോഡ് നിർമ്മാണം, പാലങ്ങളുടെ നിർമ്മാണം, ഒപ്പം തന്നെ സ്കൂളുകളുടെ നവീകരണം, ഫയർ സ്റ്റേഷൻ, പിന്നെ കളക്ട്രേറ്റിലെ പ്രത്യേക ബ്ലോക്ക് നിർമ്മിക്കൽ തുടങ്ങിയ എല്ലാ പദ്ധതി, ജലസംസ്കരണ പ്ലാന്റ് തുടങ്ങിയ എല്ലാ പദ്ധതികളുമുണ്ട്. ഇതൊന്നും 45 ദിവസം കൊണ്ട് ഇതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ടെൻഡർ നടപടികളിലേക്ക് പോലും പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വായ്പയുടെ അടിസ്ഥാനത്തിൽ ഈ തുക വിനിയോഗം എങ്ങനെ വേണമെന്ന് ആലോചിക്കാൻ ഇന്ന് ധനകാര്യ വകുപ്പിൻ്റെ ചുമതലയുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ A. ജയതിലകിൻ്റെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ട വകുപ്പ് സെക്രട്ടറിമാർ യോഗം ചേരും. പൊതുമരാമത്ത്, പൊതുവിദ്യാഭ്യാസം, ജലവിഭവം അടക്കമുള്ള വകുപ്പുകളിലെ സെക്രട്ടറിമാരാണ് യോഗം ചേരുന്നത്. കാരണം ഈ വകുപ്പുകളൊക്കെയാണ് ഈ പദ്ധതികളുടെ, ഈ പ്രോജക്റ്റുകളുടെ നിർവഹണ വകുപ്പുകൾ. അതുകൊണ്ട് തന്നെ ഇത് ഇനി എങ്ങനെ വേണം ഈ വായ്പ ഉപയോഗിക്കേണ്ടത് എന്ന കാര്യം ആലോചിക്കും. കേന്ദ്ര സർക്കാരിനോട് എന്തായാലും സാവകാശം തേടിയേ മതിയാകൂ. അക്കാര്യത്തിൽ സെക്രട്ടറി തല സമിതിക്കൊരു നിർദ്ദേശം സമർപ്പിക്കാൻ മാത്രമേ കഴിയൂ. മന്ത്രിതല സമിതിയാണ്, മന്ത്രിസഭാ യോഗമാണ് അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. അത്തരം തീരുമാനങ്ങളിലേക്കും വേണമെങ്കിൽ പോകും എന്ന കാര്യം ഇന്നലെ രാത്രി സംസാരിക്കുമ്പോഴും ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. എന്തായാലും തുക വിനിയോഗിക്കാനുള്ള ആലോചനയിലേക്ക് സർക്കാർ കടക്കുകയാണ്. ഇന്നോ നാളെയോ ആയി സെക്രട്ടറി തല സമിതി ചേർന്ന് ഇതിൻ്റെ പോംവഴികൾ ആലോചിക്കും. ഓക്കെ.
ആർ ശ്രീത്താണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.